ഇങ്ങനെ കൊളാതെ ചിലച്ചോണ്ടാണോ പെണ്ണെ പച്ചക്കറി അരിയുന്നത്? അമ്മ ഞങ്ങള് സാധാരണ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടാണ് പച്ചക്കറി അറിയാം. ആഹാ, ആണോ? എന്തിന്? നിങ്ങളുടെ തുപ്പലെല്ലാം കൂടെ അതിനകത്ത് വീഴാനോ? അയ്യോ അയ്യോ, നമ്മളെന്നും ഇങ്ങനെയാണമ്മ. എന്തോ ഇങ്ങനെ തുപ്പല് തെറിപ്പിച്ചോട്ടെ തെറിപ്പിക്കുന്ന കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് അപ്പൊ നമ്മുടെ പണിയും കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയില്ല. എന്നാൽ ഇനി അങ്ങനെ വേണ്ട, മനസ്സിലായോ? ഇങ്ങനെ കൊളന്ന് നിർത്താതെ ചിലക്കുമ്പോഴേ നിങ്ങളുടെ വായിക്കാത്തുള്ള തുപ്പലെല്ലാം അതിനകത്താ വീഴുന്നത്. കൈ എടുക്കാൻ പറ്റിയ സാധനം ഇത്. എന്താ കൊച്ചി, ഇത് എന്തോന്നാ വിചാരം? ഇത് മൊത്തം മരുന്നടിച്ച് വരുന്ന സാധനങ്ങളാ. ഉള്ള ആ കാര്യം അറിയാവോ? ഇത് ചുമ്മാ കഴിയാ പോരാ. അയ്യോ, കഴിവതും നമ്മൾ നാടൻ പച്ചക്കറികളാണ് വാങ്ങിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാ കടയുടെ മുമ്പിലുണ്ട് നാടൻ പച്ചക്കറികൾ വിൽക്കപ്പെടുമെന്ന്. എന്തോന്ന് നാടൻ? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് കണ്ട മരുന്നെല്ലാം കൂടെ അടിച്ച് വിഷമായത് മൊത്തം. ഇതൊക്കെ കൊണ്ടുവന്നാലേ മഞ്ഞളോ ഉപ്പോ ഒക്കെ ഇട്ട വെള്ളത്തില് ഒരു മിനിമം 15 മിനിറ്റ് ഇട്ട് വെക്കണം. എന്നിട്ടെടുത്ത് കഴുകി അരിഞ്ഞ് ഉപയോഗിക്കണം. ഇത് അങ്ങനാണോ? ഇങ്ങോട്ട് കൊണ്ടുവരും, എടുക്കും, അരിയും, ഇടും, ഉണ്ടാക്കും, തിന്നും. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്കായി കുറ്റം. ഓ, അടുത്ത ആള്. എന്താണ് അത്? ചിക്കൻ. ചിക്കന് 100 ആയിസാ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ചിക്കൻ നല്ല സാധനമാണ് കേട്ടോ. ഈ അടുത്ത വിഷമായത്. എടാ ചെറുക്ക, ഇപ്പൊ വരുന്ന കോഴിയൊക്കെ ഇറച്ചി കൂടുതൽ ഉണ്ടാവാനും തൂക്കം കൂടാനും ഒക്കെ ഏതാണ്ടൊക്കെ വിഷം കുത്തി വെച്ചാ വരുന്നത്. ഇതൊന്നും തിന്നരുത്. ശരി, ചിക്കൻ വേണമെങ്കിൽ വേണ്ട, പക്ഷെ നാടൻ നെയ്ച്ചൂര് വാങ്ങിച്ചിട്ടുണ്ട്. കിട്ടി. അല്ല, അത് ഇനി വെട്ടണ്ട, വെട്ടിയാണ് വാങ്ങിച്ചത്. നേരെ അരപ്പൂരി ചേർത്ത് അങ്ങോട്ട് ചട്ടിയിൽ ഇട്ടാ മതി. ഇട്ടാ മതി. അപ്പൊ നമുക്ക് ആ അമോണിയോ മറ്റെന്തോന്ന് ഫോർമാലിനോ ഏതാണ്ടൊക്കെ മുക്കിക്കൊണ്ട് വരുമല്ലോ മീന് കേടാവാതിരിക്കാൻ. ഇതെല്ലാം കൂടെ തിന്ന് നീ ഒരു ഭാഗത്ത് കിടക്കും, ബാക്കി തിന്നവരെല്ലാം മറുഭാഗത്ത് കിടക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനത്തെ വിഷം കൊണ്ട് വീട്ടിൽ മീനിന്റെ കാര്യത്തിന് തീരുമാനമായി. അല്ല കൊച്ചമ്മ, ഈ ചിക്കനും മീനൊക്കെ എന്ത് ചെയ്തിട്ടിപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതുകൊണ്ടല്ല അവിടെ തെങ്ങ് നിൽക്കുന്നുണ്ട്, അതിന്റെ മൂട്ടിലോട്ട് കൊണ്ട് ഇട്ടാലേ നല്ല ഒന്നോന്തരം വളവാ. കൊച്ചമ്മക്ക് തോന്നുന്നു 2000 രൂപയുടെ പോയേക്കുന്നത്. എത്ര? 2000. അതെ, 2000 രൂപ കളയാൻ പഠിച്ചിട്ട് നീ 2 ലക്ഷത്തിന്റെ നീനം വാങ്ങിച്ചു വെച്ചോണ്ട് പോയി കിടക്കണ പഠിക്ക കോളേജിൽ. എന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് പയറും കഞ്ഞി വെക്കാം. അതാ നല്ലത്, മനസ്സിലായോ? അയ്യോ, അപ്പൊ ഇത് പിന്നെ സംശയം തോന്നു. ബൈ ബൈ. ഒരുത്തന്റെ സങ്കടം. അപ്പോഴേ രണ്ടും കൂടെ ഈ വിഷം വെച്ച് വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തിന്നോണ്ടിരിക്കും. വിഷം വെച്ചാ എന്തോ വിഷമിച്ച്? വിഷമിച്ചല്ല, വിഷം വെച്ച് വരുന്ന സാധനങ്ങള്. നിനക്കൊക്കെ ഇതാ നല്ലത്. പൊന്നോ, എന്തോ എനിക്കറിഞ്ഞൂടാ, ഇങ്ങനെ നല്ലല്ല. അല്ല, ഈ സോഫയും ടീപ്പോയും തുടച്ചില്ലേ? ആദ്യം ഇത് തുടച്ചതിന് ശേഷമാണ് അത് തുടച്ച കൊച്ചമ്മ. ആണോ? ഓ, എന്തിനു കൊച്ചമ്മ ഇരിക്കുന്നേ? ഇരിക്കാനല്ലേ പറഞ്ഞത്. അയ്യോ, പിന്നെ നിന്നെ ഇരിക്കാൻ ഞാൻ പറയുന്നു. അതെല്ലാം തട്ടി നോക്ക്, അപ്പൊ പൊടി നിനക്ക് കാണാം. അല്ല, ഇതിൽ പൊടി അങ്ങനെ വരുമോ? എടാ, നീ ഒരു കാര്യം ചെയ്യും, ആ വാക്യൂം ക്ലീനർ എടുത്തോണ്ടോ. അത് വെച്ച് പിടിച്ചെങ്കിലേ ഇങ്ങനെയുള്ള ഫർണിച്ചറിൽ നിന്നൊക്കെയുള്ള പൊടി പോകത്തുള്ളൂ. മനസ്സിലായോ? ആ, എടുത്തോണ്ടോ, ഞാൻ കാണിച്ചു തരാം പൊടി എങ്ങനെയാ. അയ്യോ, പിന്നെ 3 നേരവും, അതായത് കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഈ 3 നേരവും ആ മെഷീൻ വെച്ച് പിടിച്ചെങ്കിലേ ഇതുപോലെ സോഫയിലേക്ക് പൊടി പോകത്തുള്ളൂ. ഏതെങ്കിലും ഒരു നേരം പോരെ? ഒരു നേരം പോലെ വെച്ചാൽ ആഹാരം എങ്ങനെയാണ്? ഒരു നേരം മതിയാ? ഞാൻ 3 നേരം കഴിക്കുമല്ലോ. അതുപോലെ ആ ജോലി 3 നേരം ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 നേരം ചെയ്തെങ്കിലേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. മനസ്സിലായോ? എന്തോ താടാ നിനക്കൊക്കെ ഒരു വൃത്തിയില്ല, വെടിപ്പുമില്ല. അതിനകത്തോട്ട് നോക്കുമ്പോ മുഖം കാണണം. എന്റെ അല്ല, ആ ടീപ്പോയി നോക്കുമ്പോ മുഖം വ്യക്തമായിട്ട് കാണണം. അത്ര വൃത്തിയായിരിക്കണോന്ന്, പളപളാന്ന്. ശരി. എന്തോ മുത്തോണ, നിങ്ങൾ ഇതുവരെ ഇത് ശരിയാക്കിയില്ലേ? എഴുന്നേക്കടാ. എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിൽക്ക്. എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുക. എങ്ങാണ്ടോ പോയി കിടന്ന് കളിച്ച് സർവാംഗം വേർത്ത് നാറി വന്ന് പടുക്കോന്നിരിക്കാനുള്ളതാണോ ഈ സോഫ? അല്ലല്ലോ. പിന്നെ എന്താ നീ കാണിച്ചത്? പോയി നല്ല വൃത്തിയായിട്ട് കുളിച്ച് വെച്ചു. അപ്പോ അല്ല, ഫാൻ കൊണ്ടിട്ട് പോയി. അല്ല വൃത്തിയായിട്ട് സോപ്പ് തേച്ച് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫാനും ഗീനും എല്ലാം കൊള്ളാം. പിന്നെ രാവിലെ മുതലേ കൊച്ചമ്മ വൃത്തി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പറയുന്നത് കേൾക്കുന്നതാണ് 2 പേർക്ക് നല്ലത്. പൊക്കോ. സോഫ മുഴുവനും വേർപ്പായോ എന്തോ ആർക്കറിയാം. അമ്മോ, ഇത്രയും പ്രായമായി, വൃത്തി എന്താന്ന് 2 എണ്ണത്തിനും അറിയാൻ വയ്യ. അല്ല കൊച്ചമ്മ, ഇപ്പോഴത്തെ പിള്ളേർക്ക് പൊതുവേ വൃത്തി കുറവാണ് കൊച്ചമ്മ. ഓ, നമുക്ക് നല്ലതുപോലെ ഉണ്ട്. നീ ആ ബാറ്റേജ് എടുത്തുണ്ടോ? ഇതാണ്. 1
എന്തോന്ന് കൊതുക് എന്തോപ്പാ കൊച്ചമ്മ catch. ആഹാ. ഇനി കൊച്ചമ്മ എറിയണം, ഞാൻ അടിക്കാം. അയ്യോ എന്തോ കൊച്ചമ്മ? എന്തോടാ ഞാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞേ? ബാറ്റ്. ബാറ്റ് അല്ല, ആ കൊതുകിനെ അടിക്കുന്ന ബാറ്റ് എടുത്തോണ്ട് വരാന്. അതായിരുന്ന അല്ല, എടുത്തോണ്ട് വാ പോയിട്ട്. ഓ എന്റെ പൊന്നു ദൈവമേ, ഇത് എന്തോന്ന് സൈസോ എന്തോ. മുറിക്കകത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് അവൻ എന്റെ കൂടെ.